എന്റെ വാർത്ത എന്നും ജനങ്ങൾക്കൊപ്പം സ്വാഗതം പുതിയ ലക്കത്തിലേക്ക്. വന്നാട്ടെ. ആദ്യം നമുക്കല്പം ചരിത്രം പഠിക്കാം. ഏത് വിഷയം? അത് തന്നെ, ഹിസ്റ്ററി. 1960 സ്ഥാപിതമായതാണ് ഈ LP സ്കൂൾ. ഈ സ്കൂളിലെ കെട്ടിടങ്ങൾക്കുമുണ്ട് അതേ പഴക്കം. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം കണക്ക്. അതെ, മാത്തമാറ്റിക്സ്. 2015 ന്യൂനം 1960. ഉത്തരം പറയൂ ആരെങ്കിലും. അല്ലെങ്കിൽ ഉത്തരം എന്റെ വാർത്ത എന്ന് പറയാം. 2015 മൈനസ് 1960 സമം 55. അതായത് 55 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ സ്കൂൾ കെട്ടിടങ്ങൾക്കെന്ന് ചുരുക്കം. മലയോര മേഖലയിൽ വരുന്ന ഈ സ്കൂള് ഏതാണ്ട് 55 വർഷത്തോളം പഴക്കമുള്ള ഈ സ്കൂള് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഈ സ്കൂളിൽ ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുന്നതിൽ ഭൂരിഭാഗവും നിർധനരായിട്ടുള്ള കുട്ടികളാണ്, പാവപ്പെട്ട കുടുംബങ്ങളിൽ വരുന്ന കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഈ സ്കൂളിൽ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം. കാലപ്പഴക്കം കൊണ്ട് ഏത് നിമിഷവും തകർന്ന് വിദ്യാർത്ഥികളുടെ തലയിൽ വീഴാവുന്ന നിലയിലാണ് കെട്ടിടത്തിന്റെ മേൽക്കൂര. മഴ പെയ്താൽ ഒറ്റ തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകുന്നില്ല. കെട്ടിടം ചോർന്നൊലിക്കുന്നത് കാരണം മഴക്കാലത്ത് ഇവിടെ പഠനവും നടക്കാറില്ല. ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ ഇവിടെ സ്കൂളൊന്ന് സന്ദർശിച്ചപ്പോൾ സ്കൂളിന്റെ മേൽക്കൂരയൊക്കെ മഴയത്താണ് ഞാൻ ഇവിടെ വരുന്നത്. വെള്ളം കറക്റ്റ് റൂമിനകത്ത് എത്തുകയും പിന്നെ പട്ടിയിലെല്ലാം പൊട്ടാറായി എന്ന് പറഞ്ഞാൽ നിലം പൊട്ടാറായ അവസ്ഥയിലേക്കാണ് ഞാൻ സ്കൂളിനെ കണ്ടുവന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ സ്കൂൾ കെട്ടിടം പണ്ട് ഇത് സ്ഥാപിതമായ വർഷം നിർമ്മിക്കപ്പെട്ടതാണ്. അത് ഓടുമേഞ്ഞ കെട്ടിടമാണ്. അത് മാറിയതിന് ശേഷം ഒരു കോൺക്രീറ്റ് നിർമ്മിത കെട്ടിടം, കുറഞ്ഞത് 4 ക്ലാസ് മുറികളെങ്കിലും ഉള്ള ഒരു കോൺക്രീറ്റ് നിർമ്മിത കെട്ടിടം ഈ സ്കൂളിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഒരു ഘടകമാണ്. എഴുപതോളം വിദ്യാർത്ഥികളാണ് ഇവിടെ വിദ്യാഭ്യസിക്കാൻ എത്തുന്നത്. പ്രീ KG മുതൽ 4ാം തരം വരെയാണ് ക്ലാസുകൾ. 70 കുട്ടികൾക്ക് ഇരിക്കാൻ ആവശ്യമായ ബെഞ്ചും ഡെസ്കും പോലും ഈ സരസ്വതി ക്ഷേത്രത്തിൽ ഇല്ല. പഴയ ആ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഓടിട്ട ആ ഒരു കെട്ടിടം എന്ന് പറയുമ്പോൾ ഏത് സമയവും നിലം പതിച്ച് വീഴാവുന്ന ഒരു അവസ്ഥയിലാണ്. ഇവിടുത്തെ പട്ടിയെല്ലാം വളരെ ദ്രവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ കുട്ടികളെ സുരക്ഷിതമായിട്ട് നമുക്ക് ഇരുത്താൻ പോലും പേടിയാണ്. ഇപ്പം വായനാമുറി സൗകര്യം ചെയ്ത് കൊടുത്തപ്പോൾ ഒരാഴ്ച ഇപ്പം തന്നെ മഴ പെയ്തപ്പോൾ അവിടെ എല്ലാം വെള്ളം വീണ് പിന്നെ ആ പുസ്തകമെല്ലാം നനഞ്ഞ്, അപ്പോൾ അതൊരു നമുക്കൊരു സേഫ്റ്റി ആയിട്ട് കുട്ടികളെ ഇരുത്താൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ടാണ് നമുക്ക് ഒരു കാര്യം ചിന്തിച്ചാൽ അത് കൃത്യമായി നടപ്പിൽ വരുത്താനുള്ള പ്രയാസം അതാണ്. കാരണം നമുക്കൊരു സൗകര്യങ്ങൾ ആ പഴയ പുതിയ രൂപത്തിൽ ഇല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രയാസം നമ്മുടെ പഠന രീതിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. നീണ്ട് നിവർന്നു കിടക്കുന്ന കെട്ടിടത്തിൽ ക്ലാസ് മുറികൾ വേർതിരിച്ചിരിക്കുന്നത് ദാ ഇങ്ങനെ. ഈ സ്കൂളിൽ സർക്കാർ ഒരുക്കിയിരിക്കുന്ന ലൈബ്രറി സംവിധാനം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ആധുനിക വിദ്യാഭ്യാസ രീതിയും സമീപനവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാം സ്മാർട്ട് ക്ലാസ് റൂം, അതുപോലെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ടെലിഫോൺ ബന്ധം പോലും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. അത്തരത്തിലുള്ള ക്ലാസ് റൂമുകളുടെ അഭാവം, സ്മാർട്ട് ക്ലാസ് റൂം, കമ്പ്യൂട്ടർ അധിഷ്ഠിത വിദ്യാഭ്യാസമൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇത്തരത്തിലുള്ള പിന്നോക്ക മേഖലയിലുള്ള ഒരു സ്കൂളിൽ അത്തരത്തിലുള്ള സാഹചര്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലാസ് റൂം പഠന രീതിയൊന്നും നമുക്കിവിടെ പ്രാബല്യത്തിൽ വരുത്താൻ കഴിയുന്നില്ല. മറ്റൊരു കാര്യം ഭൗതിക സാഹചര്യത്തിൻ്റെ അഭാവമാണ്. സ്കൂള് ഏറ്റവും ആകർഷകമാക്കണം. ഇപ്പോൾ നിലവിലുള്ള ഗവൺമെന്റ് സ്കൂളുകളൊക്കെ വളരെ ആകർഷകമാണ്. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ സ്കൂള് 2010 വരെ പഞ്ചായത്തിന്റെ കീഴിലായതുകൊണ്ട് തന്നെ SSA സർവശിക്ഷാ അഭിയാൻ പോലെയുള്ള
സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ആ ഏജൻസികളുടെ ധനസഹായം ഈ സ്കൂളിന് ലഭിച്ചിരുന്നില്ല. കുട്ടികൾക്ക് പഠനത്തിനായി എത്തിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറുകളാണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത്. പക്ഷേ ഒന്നുപോലും പ്രവർത്തിക്കുന്നില്ല. മലയോര പ്രദേശമായതുകൊണ്ട് കൂലിപ്പണി ചെയ്യുന്നവരുടെ മക്കളാണ് ഇവിടെ പഠിക്കുന്നവരിൽ ഏറെയും. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സർക്കാരിന് യാതൊരു താൽപര്യവുമില്ല. 400-ലേറെ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ഒരു സ്കൂളാണിത്. വയസ്സൻ കെട്ടിടമുയർത്തുന്ന സുരക്ഷാ ഭീഷണി കാരണം രക്ഷിതാക്കൾ ഇവിടേക്ക് കുട്ടികളെ അയക്കാതായി. വാഹന സൗകര്യം, ഒന്നത് കയറി വരുന്ന വഴി, കക്കൂസ്, അങ്ങനെ ബെഞ്ച്, ഡെസ്ക്, ഇങ്ങനെ പൊതു ഇതാണ്. അതായത് ഓട്, മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം വെള്ളം അകത്താണ് വീഴുന്നത്. നമ്മൾ പഞ്ചായത്തിൽ പരാതിപ്പെട്ട് മന്ത്രിക്ക് പരാതിപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. കഴിഞ്ഞിട്ട് അങ്ങേ വർഷം ഞാൻ PTA പ്രസിഡന്റായിട്ടിരുന്നപ്പം സഹകരിച്ചതാണല്ല. അതിനൊന്നും ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. വീടുകളിൽ ശൗചാലയം നിർമ്മിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ കേന്ദ്ര സർക്കാർ ലക്ഷങ്ങൾ ചെലവഴിച്ച് പരസ്യ പ്രചാരണം നടത്തിയതൊന്നും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്നവർ അറിഞ്ഞിട്ടേയില്ല. അല്ലെങ്കിൽ പിന്നെ ഈ സ്കൂളിലെ മൂത്രപ്പുരകൾ ഇങ്ങനെ ഇട്ടേക്കും ആരെങ്കിലും? 2 മൂത്രപ്പുരകൾ ഉള്ളതിൽ ഒന്ന് കാട് പിടിച്ച് ഉപയോഗശൂന്യം, മറ്റേതാകട്ടെ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന സ്ഥിതി. അപകടം പേടിച്ച് അധ്യാപകർ കുട്ടികളെ അങ്ങോട്ട് വിടാറില്ല. ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികൾ പഠിച്ച് ഉയർന്ന നിലയിലേക്ക് എത്തിയ സ്കൂൾ ഇന്ന് ശോചനീയമായ അവസ്ഥയിലേക്ക് വന്നത് ഈ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യക്കുറവ് തന്നെയാണ്. അതുപോലെ തന്നെ അധികാരികളുടെ ശ്രദ്ധക്കുറവാണ്. അധികാരികൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ സ്കൂൾ വളരെ മെച്ചപ്പെട്ടു പോകുമായിരുന്നു. ഇന്ന് വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് മുൻപന്തി നിൽക്കുന്ന നമ്മുടെ കേരളത്തിൽ ഈ മലയോര മേഖലയിൽ ഇതുപോലുള്ള ഒരു സ്കൂൾ ഇത്രയും ശോചനീയമായ സ്ഥിതിയിലേക്ക് വന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ വളരെ വിഷമമുണ്ട്. MP ഫണ്ടും MLA ഫണ്ടും ഒന്നും തന്നെ ഈ സ്കൂളിലേക്ക് എത്തി നോക്കിയിട്ട് പോലുമില്ല. സർക്കാർ സ്കൂളുകൾ പലതും അടച്ചുപൂട്ടുന്നതിന്റെ കാരണം അറിയണമെങ്കിൽ ഗവേഷകരെ ഇതാ നിങ്ങൾ ഇവിടേക്ക് വരിക. ചുറ്റുപാടും തല ഉയർത്തുന്ന വൻകിട സ്വകാര്യ സ്കൂളുകളെ സഹായിക്കാനാണ് ഈ LP സ്കൂൾ ബോധപൂർവം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്ന ആരോപണവും ഇവിടെ നാട്ടുകാർക്കുണ്ട്. കോതമംഗലത്തെ വിദ്യാർത്ഥികളെ പോലെ ഇവിടുത്തെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉടനെ തന്നെ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടേക്കാം. അങ്ങനെ സംഭവിച്ചാൽ ആ സമരത്തിന്റെ മുൻനിരയിൽ എന്റെ വാർത്ത ഉണ്ടാകുമെന്ന് പെന്നൂർ LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ ഉറപ്പു നൽകും. ഒപ്പം ഭരണാധികാരികളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. എന്റെ വാർത്തയ്ക്ക് വേണ്ടി സിറ്റിസൺ ജേർണലിസ്റ്റ് നിതിൻ ശിവറ. ഇനിയെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് ബോധോദയമുണ്ടാകട്ടെ. നിങ്ങളുടെ സിറ്റിസൺ റിപ്പോർട്ടുകൾ ഇന്നു തന്നെ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: ദ പ്രൊഡ്യൂസർ, എന്റെ വാർത്ത, അമൃത TV, ഇടഗ്രാമം, കരിമം PO, തിരുവനന്തപുരം 2. ഇമെയിൽ info@amrutatv.com. വ്യത്യസ്തങ്ങളായ സിറ്റിസൺ റിപ്പോർട്ടുകളുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.